ജോമോൻ അനുസരണ ഇല്ലാത്തതല്ലേ? ഞാനിവിടെ കിടന്നാൽ രക്ഷപ്പെടില്ല. രണ്ടെണ്ണത്തിന്റെ അടുത്ത് ജയിക്കാൻ പറ്റിയ കാഴ്ചകളൊക്കെ കാണിക്കാൻ പറയാൻ മേലായിരുന്നു മക്കളോട്. എന്നാ പറ്റിയേ? എന്നാ പറ്റിയേ? എന്നാ പറ്റി? കിടന്നോ? ഇത്ര നേരം കിടക്കുമായിരുന്നല്ലോ. ഇത്ര നേരം കിടക്കുമായിരുന്നല്ലോ. ആണോ? വീട്ടിലോട്ടാണോ? ആര്? ഞാൻ വീട്ടിലോട്ടൊന്നും പോണില്ല. ആ, ഞാനും ഇവിടെ കിടക്കണേ. ആ, ഇവിടെ കിടന്ന പിന്നെ വീട് കുടുംബത്തിൽ വല്ലതും കുടുംബത്തിൽ ഞാൻ ഉള്ളവരുണ്ട്. കുടുംബത്തിലുള്ളവരുണ്ടെന്നേ, അവരവിടെ നിൽക്കട്ടെ. കുടുംബത്തിലുള്ളവരുണ്ട്, അവര് പോരെ. പിന്നെ കുടുംബമൊക്കെ അവര് നോക്കിക്കോളും. നമ്മളിവിടെ നിന്നാ പോരെ. നമ്മളിവിടെ നിന്നാ മതി. ചെരുപ്പെന്തി ചെരുപ്പെന്തി എൻ്റെ കൊണ്ട വെച്ചിരിക്കുന്നുണ്ട്. ചെരുപ്പ് തപ്പും അവിടെ കിടന്നു. ലോക്കൊക്കെ വെച്ചാ ചെരുപ്പ് വെച്ചിരിക്കുന്നത്. ലോക്കൊക്കെ ഇട്ട് ചെരുപ്പ് വെച്ചിരിക്കുമായിരുന്നു. പിന്നെ നോക്കിന്നാ കൊണ്ടുപോകണ്ട. അത് അകത്തട്ടാ മതി, പുറത്തു കൊണ്ടുപോകണ്ട. അകത്തിടാനുള്ള പിള്ളേരോ? പിള്ളേർക്ക് ഇടാനല്ല, എലിക്കുട്ടിയമ്മയ്ക്ക് ഇടാനല്ലേ? വീടാമ്മ ഇത്. ഇതാ നമ്മുടെ വീട്. ഇതാ നമ്മുടെ വീട്. ഇതാ കിടന്നാ മതിയോ? ആ, ഇവിടെ കിടന്നാ മതി. മറ്റങ്ങളൊക്കെ പോയോ? മക്കളും ഏത് കെട്ടിക്കൊണ്ട് വന്നവരും അല്ല? കെട്ടിക്കൊണ്ട് വന്ന് ഞാനേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. അല്ല, പോയോ? ഇവിടെ ഉള്ളത് ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഉള്ളോ? ആ, മറ്റേ അതുങ്ങളൊക്കെ എന്ത്? ഏതുങ്ങൾ? നേരത്തെ ഉണ്ടായിരുന്നവർ അവരൊക്കെ പോയി. പോയോ? ആ, അവരെ വിളിക്കണോ? അവരൊക്കെ അവരുടെ സ്ഥലം വരെ പോയാലും. അവരെ വിളിക്കണോ? വിളിക്കണോ? എല്ലാത്തിനും വേണ്ടേ? പിന്നെ അമ്മ എന്തിനാ അന്വേഷിച്ചത്? എന്തിനാ അവര് അന്വേഷിച്ചത്? പിന്നെ എന്തിനാ? അത് ഇവിടെ കാണാനില്ല. ഉണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്ന് കൊണ്ടുപോയിക്കോളൂന്ന് നോക്കുന്നുണ്ട്. അവരോ? അതാ ഞാൻ ചോദിച്ചത്. വിളിച്ചാ വന്ന് കൊണ്ടുപോവായിരിക്കും. വിളിച്ചാ വന്ന് കൊണ്ടുപോവായിരിക്കും. അറിയാനേ അറിയാം. ആ, വിളിക്കണോ? അവർക്ക് പറ്റുമെന്ന് ആദ്യം ചോദിക്കണ്ടേ? അവർക്ക് പറ്റുമെന്ന് ആദ്യം ചോദിക്കണ്ടേ? പിന്നെ അമ്മ ചോദിച്ചോണം കേട്ടോ. ഞങ്ങളാരും ചോദിക്കത്തില്ല. ഞങ്ങളാരും ചോദിക്കുകയല്ല. അമ്മ ചോദിച്ചോണം. കണ്ണിന് കാഴ്ച ഇല്ലെന്നുള്ളത് അമ്മയുടെ തോന്നല. ഭയങ്കര വെയിലായി കുട്ടിയമ്മേ. പുറത്തോട്ട് നോക്കാൻ ആ തിണ്ണെ പോയി ഇരിക്കാനോ പറ്റിയല്ല. മങ്ങി പോകുന്നത് പോലെയാ. ഭയങ്കര ചൂടാ. അതേ, അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഞാൻ ആ തിണ്ണയിലൊന്ന് പോയി ഇരുന്ന് നോക്കിയതാ. ഇപ്പൊ വീട്ടിൽ പോണെന്നുള്ള ഇതിലാണ് സംഭവം. ഉറങ്ങുവാണെങ്കിൽ മെനയായിട്ടുള്ളിടത്താണെങ്കിൽ പറ്റുള്ളൂ. ഇത് മെനയില്ലാത്ത സ്ഥലമല്ലേ? ഇത് മെനയില്ലല്ലേ? നീലിക്കുട്ടിയമ്മയ്ക്ക് വീട്ടിൽ പോകണമെന്നുള്ള ജ്വരം കയറിയിരിക്കുകയാണ്. സ്ഥലമാണ്. മെനയുള്ളിടത്ത് കിടന്നാലല്ലേ ഉറക്കം വരുള്ളൂ. നിങ്ങൾ വീട്ടിൽ പോകണമെന്നുള്ള ജ്വരത്തിലാണ് എലിക്കുട്ടിയമ്മയുടെ പരിപാടി മുഴുവൻ. അതിന്റെ അസ്വസ്ഥതകളാണ് എലിക്കുട്ടിയമ്മ കാണിക്കുന്നത്. മക്കളാരും കൂട്ടാൻ വരുന്നില്ല, കൊണ്ടുപോകാൻ വരുന്നില്ല. എന്നെ വിളിച്ചായിരുന്നു കിടക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോയില്ല. അമ്മയ്ക്ക് അവിടെ കിടക്കണമെങ്കിൽ ഒന്നായിട്ട് അമ്മ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരാളവിടെ കിടക്കണം. അതാണ് ഞാൻ രാവിലെ പോയി. എന്നെ വിളിച്ച് ഞാൻ പോയി കിടന്നപ്പോ അമ്മ നന്നായിട്ട് ഉറങ്ങി. ഞാനും നന്നായിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി കുറെ നേരം. അങ്ങനെ എനിക്ക് എപ്പോഴും പോയി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? എനിക്ക് ഉറക്കം തൂങ്ങുന്നുണ്ട് ഈ ചൂടും ഒക്കെ ആയിട്ട്. ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. അതിൽ പിന്നെ തുടങ്ങിയതായി എല്ലാം ബഹളമൊക്കെ. നോക്കാൻ ആളില്ല, പോണെന്നും പറഞ്ഞ് നിൽക്കുന്നത്. വെള്ളം തരട്ടെ? ഇച്ചിരി ജ്യൂസ് തരട്ടെ? ഇച്ചിരി ജ്യൂസ് തരട്ടെ? എടുക്കാം. ഞെട്ടിയായിരുന്നു. പറയണ്ടേ ഇച്ചിരി വെള്ളം വേണമെന്ന്? ഉറക്കമില്ലേ? അതിനാ പറഞ്ഞാ പറ്റിയ ഉറക്കത്തിന് ഉറക്കം കുറവ് വന്നേ? ഉറക്കം കുറവ് തന്നെ. പണി കൂടുതലായിട്ടാണോ? പ്രായത്തിൻ്റെ കൊണ്ടാണോ? ചൂടിൻ്റെ കൊണ്ടായിരിക്കും. പകലെ ഭയങ്കര ചൂടല്ലേ? കുടിച്ചോ. മധുരം ഉള്ളതുകൊണ്ടാ. ജ്യൂസ് ആയതുകൊണ്ട് കുടിക്കണം. മധുരം ഉണ്ടോ? മധുരം ഉണ്ടോ? ജ്യൂസിന് ചൂടുണ്ടോ? ഇത് ചായ അല്ല.
ഇത് ചായ അല്ല, ഇത് ജ്യൂസാ. ആ ഇത് കൂടെ കുടിച്ചോ. ഇതും കൂടെ കുടിക്കാനേ. അതും കൂടെ കുടിച്ചോ. നമ്മൾ രണ്ടുപേരും കേട്ടാ ഈ ജ്യൂസ് ഒക്കെ കുടിക്കുന്ന ആൾക്കാര്. ഇവര് അപ്പനും മകനും ഒന്നും കുടിക്കുകയല്ല. ഇവരെ അപ്പനും മകനും കുടിക്കുകയായിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ കുടിച്ച് നമ്മൾ രണ്ടുപേരും വീഴും. അപ്പനും മകനും കുടിക്കത്തില്ല ജ്യൂസ് ഒന്നും. ഫ്രഷ് ജ്യൂസൊക്കെ അവര് കുടിക്കുള്ളൂ. ഇതൊക്കെ വിഷമാണ്. വിഷമാണ് അതിനകത്ത് കൂട്ടുകൂടിയ സാധനങ്ങളൊക്കെ അതുകൊണ്ടായിരിക്കും. കൂട്ടുകൂടുന്ന വേറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും വിഷമല്ല ആർക്കും. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ എലിക്കുട്ടിയമ്മ എങ്ങനെയുണ്ടോ നോക്കട്ടെ കേട്ടോ. ജ്യൂസ് ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോ ഉന്മേഷായോ നോക്കട്ടെ. ഉന്മേഷക്കുറവൊന്നുമില്ല. രാവിലെ ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ട് ഏറ്റവും എലിക്കുട്ടിയമ്മ ഇപ്പൊ നീ ചൂടിന്റെയാണ്. ഇന്ന് ഭയങ്കര ചൂടാ. എനിക്ക് ഒരു കണ്ണിങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കും. തന്നെയല്ല, നീ കിടക്കാൻ ചെല്ലാത്തതിന്റെയാണ്. അത്ര വിളിയൊന്നും വിളിച്ചില്ലേ? കൊറേ നേരോടെ ഒന്ന് വിളിച്ചാൽ അതിന്റെ പ്രശ്നമാണ്, അതിന്റെ ഒരു വിഷയമാണ്. എനിക്കാണെങ്കിൽ തൂങ്ങിയിരിക്കും ഉറങ്ങാൻ വേണ്ടിട്ട്. ഞാൻ വന്ന് രാവിലെ കിടന്ന് ഒരു 10:30 ആയപ്പോ കിടന്ന് ഉറങ്ങിയതാ. ഇനി ഇപ്പം പോയി കിടന്ന് ഇങ്ങനെ ഉറങ്ങാൻ ഞാൻ എന്നാ ചെയ്യും? ഇച്ചിരി നടക്ക് കേട്ടോ, ക്ഷീണമൊക്കെ മാറട്ടെ. ഇതിലെ ഇച്ചിരി നേരം നടക്ക്. ആ കൊന്ത ചെല്ലുന്നില്ല ഇന്ന്? കൊന്ത ചെല്ലുന്നില്ലേ? മേലെ അതിനാ ചൂടിന്റെ ആണോ? ആണോ? മുട്ടായി വേണോ? മുട്ടായി വേണോ? പ്രായത്തിന്റെ ആയിരിക്കും. ഇനിയിപ്പം പ്രായം കൂടിക്കൂടി വരുന്നത് അതനുസരിച്ച് ഇതെല്ലാം തീർന്നോണ്ടിരിക്കേ. എന്നതാ തീരുന്നത്? ഞാനും ഒപ്പം തീരുമല്ലേ? ഞാനും തീരുവല്ലേ? എല്ലാരും തീരും പ്രായത്തിനനുസരിച്ച്. അല്ല പ്രായം നോട്ടമൊന്നും ഇല്ല ഇപ്പം. പ്രായം നോട്ടമൊന്നും ഇല്ല. ആ പ്രായമുള്ളവരാ ഇപ്പം ഭേദം. ഒന്നും എടുക്കത്തില്ല. അത് ശരിയാ, ഒരാളുടെ സഹായമൊക്കെ വേണം. ആ സഹായിക്കാൻ ഇപ്പൊ ആരും ഇല്ലാണ്ടായി ഒരു വീട്ടിലും. ഇനിയിപ്പോ ഒന്നും ഇല്ലാണ്ടാവും. ഒരു നാരങ്ങാ മുട്ടായി കൂടെ തരട്ടെ? ഒരു നാരങ്ങാ മുട്ടായി തരട്ടെ? ആ ലഡു തരാം. ലഡു തരാം. മധുര ചൂടത്തെ മധുരം പ്രശ്നമാണ്. ദാഹം കൂടും. മധുരം ദാഹത്തിന് മൂത്രം ഇതാവും. ലഡു ലഡു നല്ലതല്ലേ? മധുരം ഉണ്ടല്ലോ. അതിന് മധുരം മറ്റേ കുടിച്ചോണ്ട് ജ്യൂസ് കുടിച്ചോണ്ട് മധുരം കുറവായിരിക്കും. എവിടെയാ കിടക്കണേ? എവിടെയാ എലിക്കുട്ടമ്മ എന്ന് കിടക്കണേ? എലിക്കുട്ടമ്മ എന്നും എവിടെയാ കിടക്കണേ? കയ്യിലിരിക്കുന്ന തിന്നാൻ. ആ തിന്നെ. കഴിച്ചോണ്ടിരുന്ന ഉറുമ്പ് കയറും. അമ്മ മറന്നോ? അവിടെ എവിടെയെങ്കിലും കൊണ്ട് വെക്കും. അയ്യോ നേരെ ഇപ്പോൾ ഉച്ച കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞു. കഞ്ഞിയൊക്കെ കുടിച്ചില്ലേ? ഉച്ചക്കത്തെ കഞ്ഞിയൊക്കെ കുടിച്ചില്ലേ? ആ വൈകുന്നേരം ആകാറായി. ആ പിന്നെ പുറത്ത് ഭയങ്കര വെയിലല്ലേ? പുറത്തേക്ക് ഇറങ്ങാൻ പോരാ, അതുപോലെ ചൂടാ വെയില്. അത് തിന്നിട്ട് കിടന്നോ കേട്ടോ. അത് തിന്നിട്ട് കിടന്നോ. ആ കഞ്ഞി കുടിക്കുന്നില്ലേ? കഞ്ഞി കുടിക്കുന്നില്ലേ? കഞ്ഞി കുടിക്കുന്നില്ലേ? കഞ്ഞി കുടിക്കുന്നില്ലേന്ന്? കുടിക്കുന്നില്ലേന്ന്? ആ പ്രാർത്ഥനയൊക്കെ ചെല്ലിയോ? പ്രാർത്ഥനയൊക്കെ ചെല്ലിയോ? പ്രാർത്ഥന ഇല്ലേ? അതിനെ അയ്യോ പ്രാർത്ഥന എല്ലാവരുടെ സമയം പ്രാർത്ഥന ചെല്ലിയില്ലേ? എലിക്കുട്ടിയമ്മ പ്രാർത്ഥന ചെല്ലിയില്ലേ? അയ്യോ സമയം 9 മണിയായി. ഇനി പ്രാർത്ഥന ഇല്ലാതെ സമയമൊന്നുമില്ല. ഇനി അത്താഴം കഴിക്കുമല്ലേ? ആ പോയി അത്താഴം കഴിക്കുക കേട്ടോ. എല്ലാം വിട്ടുവിട്ട് പോകണം. എന്നാ പറ്റിയേ? ആ ഏതാണ്ടൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ആരും ഇല്ലെന്നൊക്കെ. ആരും ഇല്ലെന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. എലിക്കുട്ടമ്മ എപ്പോൾ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ആരും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ആരുമായിട്ടല്ല, എലിക്കുട്ടമ്മ ഒറ്റയ്ക്ക് ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ആരും ഇല്ല അതാ ഇതാന്നൊക്കെ. കഞ്ഞി തരാനാണില്ലെന്നാണോ പറഞ്ഞത്? കിടക്കാനാണില്ലെന്നാണോ പറഞ്ഞത്? എന്നാന്നൊരു പിടിപാടുമില്ല. ആ
എന്തുവാ പറഞ്ഞേ? ആരുമില്ല, അതാന്നൊക്കെ പറഞ്ഞു. കുട്ടിയമ്മേ എന്നാ പറഞ്ഞേ? കഞ്ഞി കുടിക്കാൻ പോലും രണ്ടെണ്ണം സമ്മതിക്കാറുണ്ടായിരുന്നു. ഏതാണ്ടൊക്കെ പറഞ്ഞു എന്താ വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് വന്ന് നിന്നിട്ട് ഓരോന്നും ഇത് പറയൂ അല്ലേ? അവർക്ക് ഇഷ്ടപ്പെട്ട അവര് പറയും. അമ്മ കഞ്ഞി കുടിക്കട്ടെ സമാധാനത്തില്. ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊക്കെ പറയുന്നുണ്ട്. ഞാനത് കേട്ടോണ്ടാ വന്നേ. ആരും ഇല്ല ഈ ഇരുട്ടത്ത് ഇനി ആരാ വേണ്ടെന്ന് ഓർത്താ വന്നേ. കഞ്ഞി കുടിച്ചോ? കഞ്ഞി കുടിക്കുക സമാധാനത്തിൽ, അതിനെ കഞ്ഞി കുടിപ്പിക്കുക. അല്ല, അത് കഞ്ഞി കഴിക്കാല്ല, കഴിച്ചാ എന്തോ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ആ ഇപ്പൊ നമ്മളിവിടെ വന്നപ്പോ കഴിക്കാൻ തുടങ്ങി. നമ്മൾ വർത്തമാനം പറയുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. ഈ പരത്തി അടിക്കണ്ട കേട്ടോ, ഞാൻ തുറച്ചോളാം. ഒരു പരത്തി അടിക്കാരി ഉണ്ട് ഇവിടെ. ഇന്നത്തെ വെയിലും ചൂടും എല്ലാം കണ്ടപ്പോ മഴ പെയ്യുമായിരിക്കും. എന്തോ മഴ ചൂടാ, മനുഷ്യനെ പൊതിക്ക് തലയ്ക്ക് എന്തോ പോലെ വെയിലായിരുന്നു പറയാ. പകല് ഭയങ്കര ചൂടായിരുന്നു പറയല്ലേ. ഇതേ കഞ്ഞി കുടിച്ചിട്ട് ഏറ്റോ കഞ്ഞി കുടിച്ചോ, പെട്ടെന്ന് കഴിക്കേ. മറ്റേ ഏറ്റോ കഞ്ഞി കുടിക്കാനാ പറഞ്ഞ, കഞ്ഞി കുടിക്കാൻ. ആ പെട്ടെന്ന് കഴിക്കാനാ പറഞ്ഞേ. അവിടെ നിന്ന് പുറത്തോണ്ട് ഇടയ്ക്ക് ഇരിക്കുന്നത് കണ്ട വേണ്ട. വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാണ്? വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ നോക്കണേ? കഴിക്കണ്ടേ? വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ നോക്കണേ? കഴിക്കണ്ടേ? പെട്ടെന്ന് കഴിച്ചിട്ടേറ്റ് പോക്കോ. ഇനി ആരും കുടിക്കാനല്ല, എലിക്കുട്ടിയമ്മ ലാസ്റ്റ് ആളാ. രാവിലെ 9 മണി 10 മണിക്ക് കഴിക്കേണ്ട രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത് 12 മണിയാകുമ്പോ. അമ്മയുടെ മകൻ ഒരു ജോമോനില്ലേ, അമ്മയ്ക്ക് ഒരു മകൻ ജോമോൻ എന്ന് പേരുള്ള ഒരു മകനില്ലേ, ആ മകന്റെ കാര്യേ പറഞ്ഞത്. ആ അനുസരണക്കേട് കുരുത്തക്കേടും അല്ലേ മൊത്തം? അനുസരണക്കേട് കുരുത്തക്കേടും അല്ലേ അത്? ജോമോൻ അനുസരണ ഇല്ലാത്തതല്ലേ? കുരുത്തക്കേടോ? കുരുത്തക്കേടുണ്ടോ? അപ്പൊ അമ്മ ഇവിടെ വന്നു, ഞാൻ വന്ന കാലത്ത് പറയായിരുന്നല്ലോ, ഉള്ള മരത്തനെല്ലാം വലിഞ്ഞു കയറി കൈ കാലും എല്ലാം ഒടിച്ച് ഞാൻ ആശുപത്രി ചുമന്നോണ്ട് പോണായിരുന്നെന്ന്. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നാലും പറയേ. അമ്മ എന്നോട് പറഞ്ഞോണ്ടിരുന്നത് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുകയായിരുന്നു, കുറെ കൂട്ടും കൂടി അങ്ങ് നടക്കൂന്ന്. എന്നിട്ടുള്ള കയ്യാരേലും എല്ലായിടത്തും പോയി പിടച്ച് കയറും, മരത്തേലും വട്ടേന്നൊക്കെ താഴെ വീട് കൈയൊക്കെ ഒടിച്ചു. എനിക്കറിയാം. അതൊക്കെ നേരാ, വട്ടേ കയറി കൈ ഒടിച്ചത്. അമ്മ ഓർഗണില്ലാത്തോണ്ടാ നീ നമ്മയല്ലേ എന്റെ കൂടെ നിന്നത്. അല്ല അന്നെന്ന് പറഞ്ഞാൽ ഇപ്പം വേറെ എല്ലാവർക്കും ഇവർക്കൊക്കെ നിൽക്കാൻ വേണമെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ വേണം നിൽക്കാനും. ബാക്കിയുള്ളവർക്ക് പറയുന്ന അമ്മ പറയുന്ന പോലെയാണല്ലോ ബാക്കിയുള്ളവർക്ക് പറയുമ്പോൾ വേറെ വല്ലവരൊക്കെ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളവരെന്നൊക്കെ പറയാതെ ബാക്കി വീട്ടിലുള്ള ഒരേ സ്വഭാവ രീതികളാട്ടോ. ബാക്കി വീട്ടിലുള്ള എല്ലാരും കേട്ടോടെ രണ്ടെണ്ണം ഇച്ചിരി കളർ വ്യത്യാസം വന്നു പോയത് മാത്രം. രണ്ടൊരു സ്വഭാവ. അയ്യോ, രണ്ടെണ്ണത്തിന്റെ അടുത്ത് ജയിക്കാൻ പറ്റിയല്ല. ഞാൻ പോയേക്കുവാ. ഞാൻ ചുമ്മാ ഒച്ച അടിച്ചിട്ട് മനുഷ്യരായിട്ട് വെറുപ്പിക്കാന്നല്ലാതെ വല്ല കാര്യമുണ്ടോ? നിങ്ങളല്ലേ ജയിക്കുള്ളൂ അല്ലേ എലിക്കുട്ടിയമ്മേ? നിങ്ങളൊക്കെയല്ലേ ജയിക്കുള്ളൂ. അമ്മയാ? അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ. ആ അമ്മ പണ്ട് വട്ട കയറി വീണ കാര്യമൊക്കെ അല്ലേ പറഞ്ഞു. പണ്ട് ഞാൻ വട്ടേന്ന് താഴെ പോയ കാര്യം അവള് പറഞ്ഞു. അമ്മ അവളോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവള് പറയുക ചെയ്തേ. ഞാൻ പണ്ട് വട്ടയെ കയറി താഴെ പോയില്ലേ? ആ അതന്ന് ചെറുപ്പത്തിലെ കാര്യമാണ്. രണ്ടി പഠിക്കുന്ന സമയത്തെ കാര്യമല്ലേ അതൊക്കെ. അപ്പൊ അമ്മ മറന്നുപോയില്ലേ? അല്ലെന്നേ അന്ന് താഴെ പോയ കാര്യം അമ്മ ഇവളോട് പറഞ്ഞ കാര്യം അവള് പറയുക ചെയ്തത്, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ വീട്ടിലൊരു പണി അടിക്കുകയല്ലായിരുന്നു ജോമോൻ, ശരിയാണോ? വീട്ടിലൊരു പണി എടുക്കുകയല്ലായിരുന്നു, കുറച്ച് കൂട്ടുകാരുമായിട്ട് കറങ്ങി നടക്കുമായിരുന്നു. മറ്റു 2 മക്കളില്ലേ, സാബുമോനും ടോമിമോനും ഒക്കെ പണി എടുക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ ശരിയായിരുന്നല്ലേ? അപ്പൊ അതൊക്കെ ശരിയായിരുന്നു. ഇതൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളതാ. ആണോ? അതുകൊണ്ടാണ് ജോമോമോനെ ഇഷ്ടമില്ലാത്തത്. പണിയൊക്കെ ആവശ്യത്തിന് പണിയെടുക്കും. നമ്മൾ ഇളയാളല്ലേ, ഇളയാളുമാരെല്ലാരും വീട്ടിൽ പണിയെടുക്കണം. മൂത്തവരെ പണിയുന്ന പോലെ പണിയാണോ? ഏത് വീട്ടിലെ ഇളയ ആൾക്കാരെ പഠിച്ചിരിക്കുന്നത്? ഞാൻ പണിയെടുക്കാൻ എല്ലാവരും പണിയെടുക്കുക. ആ
ഒരു വർഷമില്ല. ഒരു ദിവസമല്ല കാര്യം പണിയെടുക്കുമായിരുന്നു. ഭക്ഷണം കഴിക്കും, ആ പണിയെടുക്കും. ഭക്ഷണം കഴിക്കും പണിയെടുക്കുമായിരുന്നു കേട്ടോ. ഞാനിങ്ങ് പോന്നപ്പോ എല്ലാം മാറ്റി പിടിച്ച് അവിടെ വന്നപ്പോ എല്ലാം പറഞ്ഞു സമ്മതിച്ച്. ഇതൊക്കെ ഇരുന്ന് എന്റെ ദൈവമേ എന്നോട് എന്തെല്ലാണോ പറഞ്ഞു. ഞാൻ ആകെ എല്ലാം കേട്ട് ഞാൻ മടുത്ത് കിടക്കാൻ പോയിട്ട് കിടന്നില്ലേ? മനസ്സിലാവുന്നത് എവിടെയാ കിടക്കണേന്ന് എല്ലാം കണ്ടുപിടിച്ച് പോയതാ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്നേച്ച് ഒന്ന് ചോദിക്ക എവിടെയാ കിടക്കണത്. അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴത്തേക്ക് എന്നോട് ദേഷ്യപ്പെട്ട്. അമ്മയ്ക്ക് അറിയാം, അമ്മയ്ക്ക് അറിയാം, അതുകൊണ്ടാ ഞാൻ കാണിച്ചു തരാത്തത്. എനിക്കറിയത്തില്ല. ഇപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടോ കേട്ടോ, അമ്മയ്ക്ക് അറിയാവോ ഇല്ലയോന്ന്. അമ്മ എന്നെ ഇട്ട് കളിപ്പിക്കുക. ഞാൻ എവിടെ തന്നെ സ്ഥലം കാണണം. ഇവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇവിടെ മക്കളോട് പറയാൻ മേലായിരുന്നോ കൊണ്ടുപോകാൻ? ഈ ഇവിടെ അല്ലാതെ വേറെ എന്തോരോ സ്ഥലം വഴിയൊക്കെ കൊണ്ടുപോകാൻ പറയാൻ മേലായിരുന്നോ? അമ്മയല്ലേ കിടന്ന് കഷ്ടപ്പെട്ടത്. പറമ്പ് വഴിയല്ല, ഓരോ സ്ഥലം വഴിയൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ കാണിക്കാൻ പറയാൻ മേലായിരുന്നു മക്കളോട്. സ്ഥലോ? ആ സ്ഥലം അറിയാവുന്നതല്ല. എന്നെ ഇന്ന് ശരിയാക്കൂ, എന്നെ ശരിയാക്കൂ. ഇരുന്ന് കിരിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നുണ്ട്. ഇരിക്കാൻ പോവായിരുന്നു. കിടക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കൂ പോയി. അമ്മയ്ക്ക് എല്ലാം അറിയാം. കണ്ടുപിടിച്ചോ? കണ്ടുപിടിക്ക്. അമ്മ തന്നെ കണ്ടുപിടിക്ക്. എവിടെയാ? അങ്ങ് നോക്കിക്കേ, ഓരോ മുറി വഴി പോയി നോക്കിക്കേ. എന്നൊക്കെ മുറിയല്ലാതെ പറ്റിയല്ലേ? 1 മണിക്കൂർ 2 മണിക്കൂർ ഒന്ന് കിടക്കണം. അത്ര കാര്യമുള്ളൂ. ഞാൻ ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇവിടെ എത്ര മുറി? 4 മുറിയുണ്ട്. 4 മുറി തൊട്ടടുത്ത് 4 മുറിയുണ്ട്. അപ്പൊ അവിടെ പോയൊന്നും നോക്കുന്നതിന് എന്നെ ഇത്ര ഇച്ചിരി എക്സസൈസും ആയില്ലേ. അയ്യോ, എന്നെ ആരും ഒന്നും പറയല്ലേ. എന്നോട് കണ്ട കോർക്കാൻ വന്ന് നിൽക്കുക. എന്നോട് വലിയ ഇഷ്ടമാണെന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് നിൽക്കുക. എനിക്കൊന്നും പറ്റിയില്ല. എന്നാ പിന്നെ എനിക്കെന്നാ പറ്റിയത്? എനിക്കെന്നാ പറ്റിയത്? നീയല്ലേ അച്ഛനും പത്തിലും. ഞാൻ ചിരിക്കുക. ഞാനിപ്പൊ ചിരിക്കുക. കണ്ടോണേ. എന്റെ കൊച്ചുങ്ങളാരെങ്കിലും ഇങ്ങനെ വന്ന് കഴിക്കണം. എന്നെ ഇങ്ങോട്ട് അങ്ങനെ പോയല്ല. അന്നങ്ങ് വിളിച്ചു വരുത്തിക്കോ. എനിക്ക് വല്ലതും അറിയാമോ? ഒന്ന് വിളിച്ചു വരുത്താം. നമുക്ക് വല്ലതും അറിയണോ? ഒന്നും അറിയണ്ട, വിളിച്ചു വരുത്താം. ഞാൻ വിളിക്കാം. നമ്പറൊക്കെ എന്റെ ഉണ്ട്. വിളിക്കട്ടെ? ആരെയാ വിളിക്കണ്ടേ? ഏത് മകനെയാ വിളിക്കണ്ടേ? ഏത് മകളെയാ വിളിക്കണ്ടേ? പറഞ്ഞോ. ആരെയാ വിളിക്കണ്ടേന്ന് പറഞ്ഞോ. ഇല്ല, ആരാ പേര് പറഞ്ഞോ. ഇപ്പൊ വിളിച്ചേക്കാം. അവര് വന്ന് ഇങ്ങനെ എടുത്തോണ്ട് പൊക്കോളൂ. വിളിക്കാൻ വേറെ ആളുണ്ടോ? ജോമോനാണോ? വിളിക്കേ? കണ്ട മുറിയൊക്കെ കണ്ട. എന്തല്ല നമ്പർ എന്റെ അടുത്ത് എടുക്കുന്നുണ്ടെന്ന് അറിയാവോ? ചുമ്മാ എന്റെ അടുത്ത് വന്നിരിക്കുക അലമ്പുണ്ടാക്കാൻ. ഇതൊന്നും അല്ലെന്നേ. അമ്മയ്ക്ക് നീ കൂടെ ഇപ്പൊ കിടക്കാൻ ചെല്ലണം. അത് സമ്മതിക്കത്തില്ലല്ലോ. അതിനുവേണ്ടിയാണ്. സമ്മതിക്കത്തുമില്ലല്ലോ. അതിനുവേണ്ടി അമ്മ എവിടെയാ കിടക്കണം ചോദിച്ചു വന്ന. അല്ലാതെ വേറെ കാര്യം സ്ഥലം അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല. എനിക്ക് മക്കളുണ്ടെന്ന് എന്നെ ഭീഷണിപ്പെടുത്തുക. എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കേട്ടോ. എന്നാടി നീ പറയണം അല്ലേ? കിടക്കാൻ കട്ടിലെവിടെയാന്ന് ചോദിച്ചതിനാണ്. ബന്ധമില്ലാത്തതൊക്കെ. നീ കിടക്കാൻ ചെല്ലാത്തതിനുള്ള വിഷയമാണ് സംഭവം. കിടക്കുന്നത് ഇതുവരെ കണ്ടുപിടിച്ചില്ലേ? പിന്നെ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് ഇപ്പൊ ഇറങ്ങി വന്നേ. ഇപ്പൊ ആ മുറിയിൽ അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇത് അമ്മയുണ്ടല്ലോ, അമ്മയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ കൂട്ടിന് പോയി കിടക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടി. അത് നേരെ ഇങ്ങോട്ട് പറയാൻ പറ്റിയല്ല. എവിടെയാ ഞാൻ കിടക്കണത് അത് ചോദിച്ചു വരുക. ഇപ്പൊ 3ാമത്തെ വരവെന്ന്. ഞാൻ എവിടെയാ കിടക്കുന്നത് അതാണ് പറയുന്നത്. എങ്ങനെയുണ്ട് എലിക്കുട്ടിയമ്മയുടെ ബുദ്ധി? എങ്ങനെയുണ്ട്? നേരെ ഒന്നും ചോദിക്കത്തുമില്ല, പറയത്തുമില്ല. വളഞ്ഞ് എന്നിട്ട് മുട്ടേ പിടിക്കുന്നത് പറയുന്ന പോലെയാ. എല്ലാം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ട് മോഹം തിരിച്ചു നിൽക്കുന്നത്. കിടക്കുന്നില്ലേ? അമ്മയുടെ മകനില്ലേ ജോമോൻ, അതിനെ വിളിച്ചോണ്ട് പോക്കോ. മുറിയൊക്കെ കാണിച്ചു തരും. അമ്മയുടെ മുറി കാണിച്ചു തരും ആ ജോമോൻ.
ആ അതിനാ വേറെ തലയില്ലേ കിടക്കാൻ. എനിക്ക് ഞാനല്ല കൂടെ കിടക്കേണ്ടതാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? ഇപ്പൊ എവിടെ കിടക്കണമെന്നായി പറയാൻ. അമ്മയ്ക്ക് ഇഷ്ടമുള്ളിടത്ത് കിടന്നു. അങ്ങനെ ഇഷ്ടമുള്ളിടത്ത് കിടക്കാൻ എവിടെയാ? ദേ ഇവിടെ കിടന്നു. ഇവിടെ കിടക്കാൻ മതിയോ? ആ അമ്മ ഇച്ചിരല്ലേ ഉള്ളു, ഇവിടെ കിടന്നു. ഇതിന്റെ കിടക്കാവോ? പിന്നെ ഞാൻ കിടക്കും, പിന്നെയാണ് അമ്മയ്ക്ക് കിടക്കാൻ മേലാത്തത്. മറങ്ങിയാവോ? പിന്നെ ഇന്നിവിടെ കിടക്കാൻ പോകണോ? ഇന്നിവിടെ കിടക്കാൻ പോകണോ? കഴിയാൻ പോവാ. എന്നാ ഇവിടെ കിടന്നു. അവിടെ ബെഡെല്ലാം ഷേഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടെന്നേ, ഇതിപ്പോ എന്നെ കൊണ്ട് പോകാനുള്ള പരിപാടിയാന്ന്. അതേന്നേ. കിടന്നോ, ടിവിയും കാണാം, ടിവിയും കാണാം. ഒന്നാലും ഒന്ന് കാണാന്നേ. ഇച്ചിരി നേരം എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണ്ടേ? മനുഷ്യൻ ബോറടിച്ച് ചാകുമല്ലേ ഈ മുറിക്കാത്തിരുന്ന്. ഒന്ന് പോയി ഉറങ്ങാത്ത കാരണം എൻ്റെ വിഷമാണ്. ആണോ? അമ്മയ്ക്ക് ഇപ്പൊ ഉറങ്ങണോ? നീ ഉറങ്ങാതെ എന്നാ ഞാൻ ഒന്ന് ജോമോനൊന്ന് പോയി കിടക്ക് ജോമോനെ. വിമാനായിരുന്നെങ്കിൽ സമ്മതിച്ചാന്. കൂടുതലാരും കടത്തി ഓർക്കാൻ നോക്കണം. കിടത്തി ഉറക്കാൻ നോക്കണ്ട. വിമാനം അവിടെ എന്തോ എഴുതുവാ. പഠിക്കാനായിരുന്നേ മുറിക്കാത്തോട്ട് കയറി വന്നിരുന്നേനെ. അവിടെ എഴുതുവാ. ഇവിടെ ഇവിടെ ഇത് കിടക്കാൻ സൗകര്യമുണ്ടോ? ഇത് കിടക്കാന്നേ. പിന്നെ ഞാൻ കിടക്കണതല്ലേ. പിന്നെ അമ്മ ഇച്ചിരല്ലേ ഉള്ളൂ. കൊണ്ട കിടത്തണോ? എവിടെയാ? അമ്മയുടെ മുറിയില്. മുറി എവിടെയാ? ബാ കൊണ്ട കിടത്താം. ഇവിടെ കിടക്കാൻ സൗകര്യമുണ്ടോ? ബാ വേണ്ട. ബാ. മൂത്രം ഒഴിച്ചായിരുന്നോ? ഇല്ല. എന്നാ പോയി മൂത്രം ഒഴിച്ചേ വേഗം. എന്നാ പോയി ഒഴിച്ചിട്ട് വാ. തോർത്താണ് തലോണെ ചുറ്റി വെച്ചിരിക്കുക. എവിടെയാ കിടക്കണം? നമ്മുടെ കട്ടിലുണ്ടല്ലോ, അമ്മയുടെ കട്ടില്, പൂക്കളുള്ള ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ടിരിക്കുന്ന കട്ടില്. ഫാൻ ഇട്ടിട്ടുണ്ട്. AC ഇടണോ? ഫാൻ ഇട്ടിട്ടുണ്ട്. ആ ഫാൻ ഇല്ലേ മോനെ? പിന്നെ ഫാൻ കറങ്ങുന്നുണ്ടല്ലോ. ഫാൻ കറങ്ങുന്നുണ്ടല്ലോ. ആ എന്നാ പോയി കിടന്നോ, പോയി കിടന്നോ. എന്നാ പറ്റിയേ? എനിക്ക് എൻ്റെ കാർന്നോന്മാരെ കൊള്ളു. അയ്യോ, ഞാനിവിടെ കിടന്നാൽ രക്ഷപ്പെടില്ല. ആണോ? പിന്നെ എവിടെ പോണം? പിന്നെ എവിടെ പോണം? എവിടെ പോകണം? ആ എൻ്റെ വീട്ടിൽ പോകണം. എലിക്കുട്ടിയമ്മയുടെ വീട് ഏതായിന്? എലിക്കുട്ടിയമ്മയുടെ വീട് ഏതായിന്? വീട് ഏതാന്നതിന്? വീടോ? ആ വീടെൻ്റെ വീട്ടിലല്ലേ? ആ അതാ ചോദിച്ചേ. അത് എവിടെയാന്നാ ചോദിച്ചേ? അവിടെ വീടുണ്ട്. അതെവിടെ? എൻ്റെ വീട്ടിൽ. അതെവിടെ? അതെന്താ എവിടെ നിങ്ങൾ ചോദിക്കരുത്. ആ സ്ഥലം അറിയണ്ടേ? അത് അവിടെ 2-3 മുറിയൊക്കെ കിടക്കണം. കഴിക്കാം ഉണ്ടോ? എവിടെ എന്തെങ്കിലും ചോദിക്കണില്ല. അതൊക്കെ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടുള്ളതാ ഞങ്ങൾക്ക്. അമ്മക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. ആരും അന്വേഷിക്കണ്ടേ? എന്നാലും കൊണ്ടേ ആക്കണ്ടേ? കൊണ്ടേ ആക്കണ്ടേ? അവിടെ കൊണ്ടേ ആക്കണ്ടേ? ആരാ ആക്കണം? വീട്ടിലുള്ളവർ കൊണ്ടുപോകും. ആ വീട്ടിൽ ആരാ ഉള്ളേ? അവര് കൊണ്ടുപോകും. ഞങ്ങൾക്കറിയാം. ഞങ്ങളറിയണ്ടേ ആരൊക്കെയാന്ന്? ഞങ്ങളൊന്നും അറിയണ്ടേ? ആരൊക്കെയാന്ന് ഞങ്ങൾ അറിയണ്ടേ? വീട്ടിലുള്ളവർ ആരൊക്കെയാന്ന് ഞങ്ങൾ അറിയണ്ടേന്നാ ചോദിച്ചേ. ആ എലിക്കുട്ടിയമ്മയുടെ വീട്ടിലുള്ളവര് പ്രത്യേകിച്ചൊന്നും അറിയാൻ. ആ എന്നെ വീട്ടിൽ എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോയാൽ മതിയായിരുന്നൊക്കെ പറഞ്ഞ അവിടെ അതിന്റെ കളിപ്പാ. ഇരിക്കുന്നിടത്താ കിടക്കുന്നത്. ഇല്ല അമ്മ കടന്നോ. അമ്മയ്ക്ക് ഒരു മേലാഴികേ ഇല്ല കേട്ടോ. കിടന്നോ. തണുപ്പില്ലേ? തണുപ്പുണ്ടോ? എന്നാ കിടന്നു. തണുപ്പ് വേണമെന്നല്ല, ഈ ചൂടത്ത് പറ്റത്തില്ല, തല കറങ്ങുക. എന്നാ കിടക്ക്. നീ കുത്തിയിരിക്കണ്ട. കിടന്നോ. വീട്ടിൽ പോണുണ്ടോ? വീട്ടിൽ പോണുണ്ടോ? ആണോ? ഈ രാത്രി തന്നെ പോവാണോ? ഈ രാത്രി തന്നെ പോവാണോ? കഴിഞ്ഞിട്ട് പോകുന്നുള്ളല്ലേ? 2 ദിവസം കഴിഞ്ഞിട്ടേ പോണുള്ളൂ. അവിടെ നിൽക്കാം. അവിടെ ഉള്ളവരൊക്കെ അല്ലേ കൊണ്ടുപോയില്ലെന്ന് അറിയണ്ടല്ലേ? ഇവിടുന്ന് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? പിന്നെ അവിടെ ആരാ ഉള്ളേ?
അമ്മയ്ക്ക് ആൾക്കാരൊക്കെ എവിടെയുണ്ട്, ആങ്ങളമാര് നാത്തുമാര്. 3-4 മുറിയുള്ള വീടാന്നാ പറഞ്ഞു. അത് ഈ വീടാ. എന്നാ ഉറങ്ങിക്കോട്ടാ, ഉറങ്ങിക്കോ. ലൈറ്റ് ഓഫ് ചെയ്തേക്കാം, ഈ കഥ ഒന്ന് അടച്ചേക്കാം കേട്ടാ. ലൈറ്റ് ഓഫ് ചെയ്തേ മോനെ, കഥ അടച്ച് ഞാനും പോട്ടെ. ഉറങ്ങിക്കോട്ടാ, ഉറങ്ങി. നമ്മുടെ വാണിയങ്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രം, ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ഉത്സവം തീർന്ന ദിവസമാണ് ഇന്ന്. ഇന്നത്തെ പരിപാടി താലപ്പിലേക്ക് ഇങ്ങനെ വന്നുപോയി, എനിക്ക് വന്നെടുക്കാൻ പറ്റിയില്ല. അവിടെ കുന്നമ്പുറത്ത് ഗാനമേള നടക്കുന്നുണ്ട് നമ്മുടെ തൊട്ടുമുകളിലായിട്ട്, അവിടെയും പോകാൻ പറ്റിയില്ല. ഇവിടെ നമ്മൾ വന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് എടുക്കുകയാണ്. ഉത്സവത്തിൻ്റെ താഴെ താലപ്പിലേക്ക് ജംഗ്ഷൻ വന്ന് നിൽക്കുകയാണ്. ഇങ്ങോട്ട് കടന്നു വരാനായിട്ട് നിൽക്കുകയാണ് ക്ഷേത്രത്തിലോട്ട്. ഇവിടെ വെടിക്കെട്ടിനുള്ള സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൈവമൊന്നുമില്ല, അമ്പലത്തിൻ്റെ ഫ്രണ്ട്. ഇത് കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ലോ. അപ്പോൾ നമ്മുടെ അമ്പലം പരിചയപ്പെട്ടതാണല്ലോ എല്ലാവരും. നമ്മുടെ പരിപാടികൾ അവിടെ നിന്ന് ഗംഭീരമായിട്ട് വരുന്നേ ഉള്ളൂ. താലപ്പൊലി ഒക്കെ അവിടെ വന്ന് നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വരണം. ആറാട്ടെതിരേൽപ്പ് വരുന്നതാണ്. നമ്മൾ മുകളിലോട്ട് പോവാണ്. ആറാട്ടെതിരേൽപ്പ് കൊടുക്കാനുണ്ട് കേട്ടോ.
അങ്ങനെ ഈ വർഷത്തെ ഉത്സവ പരിപാടികളെല്ലാം സമാപിച്ചിരിക്കുകയാണ്. അതിന് കൈകെട്ടുകളി ഉണ്ടല്ലേ. കളിയോടുകൂടി സമാപിക്കുന്നതാണ്. ഉത്സവത്തിൻ്റെ സമാപനമായിട്ടുള്ള പ്രസാദകൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഒരു കൈകൊട്ടിക്കളി ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാണ് പരിപാടി സമാപിക്കുന്നത്. ഈ വർഷത്തെ ഉത്സവ പരിപാടികൾ സമാപിക്കുന്നത്. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.